നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. വിളപ്പിൽശാലയിൽ നിന്നുള്ള കുടുംബത്തിലെ 5 പേരെ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം വടുതല ലൂർദ് ആശുപത്രിക്ക് സമീപം ഗ്രീൻ ഗാർഡൻ ലൈനിലെ വാടക വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വിളപ്പിൽശാല കാരോട് കനകവികാറി ശ്രീകുമാരി, മകൾ അശ്വതി, അശ്വതിയുടെ കുട്ടികളായ 14 വയസ്സുള്ള കാർണിവൻ, 5 വയസ്സുള്ള കീർത്തിവൻ, 2 വയസ്സുള്ള അക്ഷിത എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ 2 മാസമായി ഇവരിവിടെ താമസിച്ചു വരികയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാർത്ഥമുള്ള സൗകര്യത്തിലാണ് ഇവർ വിളപ്പിൽശാലയിൽ നിന്നും എറണാകുളത്ത് താമസം തുടങ്ങിയത്. തങ്ങളുടെ വീടും സ്ഥലവും ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളും അനാഥാലയത്തിന് വിട്ടു നൽകണമെന്ന് അശ്വതി മരണക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുള്ളതായി പോലീസ് പറയുന്നു. 2025 ഫെബ്രുവരിയിൽ വിളപ്പിൽശാലയിലെ സ്വന്തം വീട് വാടകയ്ക്ക് നൽകിയ ശേഷമാണ് ഇവർ എറണാകുളത്തേക്ക് മാറിയത്. ശ്രീകലയുടെ ഭർത്താവ് സുരേന്ദ്രൻ നേരത്തെ മരിച്ചിരുന്നു. അശ്വതിയുടെ ഭർത്താവ് മാധ്യമപ്രവർത്തകനും ആർട്ടിക് പത്രത്തിന്റെ ഉടമയുമായ പൂവച്ചൽ ഉഷയുടെ മകൻ അക്ഷത് പൂജ നിലയുമായിരുന്നു. അക്ഷത് 2025 ജൂലൈ 17 ആത്മഹത്യ ചെയ്തിരുന്നു. അക്ഷത്തിന്റെ മരണശേഷം അശ്വതിയും അമ്മായിയമ്മ ഉഷയും തമ്മിൽ വസ്തുവകകളെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഉഷയുടെ പേരിലുണ്ടായിരുന്ന വസ്തു വിവാഹ സമയത്ത് അക്ഷത്തിന്റെ പേരിലേക്ക്, പിന്നീട് അശ്വതിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. അക്ഷത്തിന്റെ പേരിലുള്ള കാർ, പിക്കപ്പ്, ബുള്ളറ്റ് എന്നീ വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന് അശ്വതി പരാതിപ്പെട്ടിരുന്നതായി വിവരമുണ്ട്. ചികിത്സാപരമായ പ്രയാസങ്ങളാണോ, കുടുംബ പ്രശ്നങ്ങളാണോ, സാമ്പത്തിക പ്രശ്നങ്ങളോ ഇത്തരമൊരു കൺകൈയിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.